കൊച്ചിയിലെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് നടന്നിരുന്നത് വൻ ലഹരി കച്ചവടമെന്ന് പോലീസ്. ലഹരി പൊതിയാനുള്ള നിരവധി സിപ്പ് ലോക്ക് കവറുകൾ കണ്ടെടുത്തു. പ്രതികൾ ലഹരി വലിക്കാൻ ഉപയോഗിച്ച ഫ്യൂമിംഗ് പൈപ്പിന്റെ ദൃശ്യങ്ങളും മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. പ്രദീപ് ജോസഫ് വിശദവിവരങ്ങളുമായി ചേർന്നു. പ്രദീപ്, വലിയ ലഹരി ഇടപാടുകൾ നടത്തിയിരുന്ന ഒരു സംഘമാണ് പോലീസ് വലയിലായിരിക്കുന്നത്. എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? കൊച്ചിയിലെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് ലഹരി കച്ചവടം തന്നെയാണ് നടന്നിരുന്നത് എന്ന് പോലീസ് ഉറപ്പിക്കുന്നു. പ്രതികളെ ഇന്നലെ രാത്രിയും മറ്റും വിശദമായി ചോദ്യം ചെയ്തതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. അതായത് ഈ മറ്റുള്ളവർക്ക് കൈമാറാൻ വേണ്ടി ലഹരി വിപണനത്തിന് വേണ്ടി പായ്ക്ക് ചെയ്യുന്നതിനിടയിലാണ് ഇവരെ പിടികൂടിയത്. ലഹരി പൊതിയാൻ ഉപയോഗിച്ചിരുന്ന സിപ്പ് ലോക്ക് കവറുകൾ ഉൾപ്പെടെ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടാതെ പൈപ്പുകൾ, ലഹരി ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൈപ്പുകൾ ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം ദൃശ്യങ്ങളും മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിട്ടുണ്ട്. 4 പേരാണ്, ഒരു സ്ത്രീയടക്കം 4 പേരാണ് പിടിയിലായത്. ഇവരിൽ ഈ പിടിയിലായ യുവതി MBA ബിരുദധാരിയാണ്, മറ്റൊരാൾ അക്കൗണ്ടന്റാണ്. ജോലിക്ക് എന്ന് പറഞ്ഞാണ് ഇവർ നഗരത്തിലെത്തിയതും ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തതുമൊക്കെ. സംശയമുള്ള ചില ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അടുത്ത നാളുകളായി വ്യാപകമായ ലഹരി പരിശോധന നടത്തുന്നുണ്ട്. അങ്ങനെ നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് ഈ ലഹരി സംഘത്തിന് പിടിവീണത്. കഴിഞ്ഞൊരു 4 ദിവസത്തിനുള്ളിൽ ഇത്തരത്തിൽ ലഹരി ഉപയോഗം അല്ലെങ്കിൽ ലഹരി വിപണനവുമായി ബന്ധപ്പെട്ട് പിടിയിലായവരുടെ എണ്ണം 12ആണ്. ഈ 12-ൽ 4 പേർ യുവതികളാണ്. മറ്റുള്ളവർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന് ഉള്ളവരാണ്. അതേസമയം ഇന്നലെ പിടിയിലായ പ്രതികളിൽ ഒരാളായ ഷാമിൽ കുറച്ചുകാലം വിദേശത്തായിരുന്നു ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി. വിദേശത്തെ ജോലി അവസാനിപ്പിച്ചാണ് ഇയാൾ നാട്ടിലെത്തിയതെന്ന് പോലീസ് പറയുന്നു. ലഹരി കച്ചവടം തന്നെ ലക്ഷ്യമിട്ടാണോ എത്തിയത് എന്ന് പോലും സംശയിക്കുന്നു. ഇയാളാണ് വിദേശത്ത് നിന്ന് എക്സ്റ്റസി സ്റ്റാമ്പുകൾ കൊണ്ടുവന്നത് എന്നുള്ളൊരു പ്രാഥമിക വിവരമാണ് പോലീസ് ഇപ്പോൾ അനൗദ്യോഗികമായെങ്കിലും പങ്കുവയ്ക്കുന്നത്. എന്തായാലും പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. നഗരത്തിൽ ലഹരി പരിശോധന കൂടുതൽ ഊർജിതമാക്കാനാണ് പോലീസിന്റെയും എക്സൈസിന്റെയും ഒക്കെ ശ്രമം. കഴിഞ്ഞ ദിവസങ്ങളിലും പിടിയിലായ 12 പേരിൽ ഞാൻ മുമ്പ് പറഞ്ഞു, കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ 12 പേരാണ് ലഹരിയുമായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിടിയിലായത്. ഇവരിൽ കൂടുതൽ പേരും പിടിയിലായത് ലോഡ്ജുകളും ഫ്ളാറ്റുകളും ഒക്കെ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലാണ്. ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ പിടിയിലായവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മറ്റു ചിലരെ പുറത്തുവച്ച് പിടികൂടുകയും ചെയ്തത്. നിരവധി പേർ ഇവരിൽ നിന്നും ലഹരി വാങ്ങാൻ, ഇടപാട് നടത്താൻ എത്തിയിരുന്നു. അത്തരത്തിൽ ബന്ധമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നല്ലോ പ്രദീപ്. അതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം, കൂടുതൽ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ലേ? തീർച്ചയായും ഈ പിടിയിലായവരുടെ ടെലിഫോൺ രേഖകളും ഒപ്പം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഒക്കെയാണ് പോലീസ് ആയിരുന്നാലും എക്സൈസ് ആയിരുന്നാലും പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് അല്പം സമയമെടുത്തേക്കും. ഫോൺ രേഖകൾ പരിശോധിക്കുമ്പോൾ തന്നെ ആരൊക്കെയായി ഇവർ ബന്ധപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ ഇവരെ ആരൊക്കെ ബന്ധപ്പെട്ടിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ മനസ്സിലാകും. കൂടാതെ ഇവർക്ക് ആരൊക്കെ പണം നൽകി, അത്തരം കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇവരുടെ ബന്ധങ്ങളും മറ്റും അനായാസം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരം പരിശോധനകളിലേക്ക് കൂടി പോലീസ് കടക്കും. കൂടാതെ ഇവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെ, അതായത് ഇവർക്ക് ലഹരി എത്തിച്ചു നൽകുന്നത് മറ്റാരെങ്കിലുമാണോ, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ലഭിക്കുന്നത്, അത്തരം ആളുകളിലേക്ക് കൂടി അന്വേഷണം കൊണ്ടുപോകാനാണ് പോലീസിന്റെ നീക്കം. കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച ഇത്തരം ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മറ്റു ചില ലഹരി ഇടപാടുകാരെ പോലീസ് പിടികൂടിയത്, എക്സൈസ് പിടികൂടിയത്. കൂടാതെ മറ്റു ചിലരെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതിനോടകം തന്നെ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുമുണ്ട്. ഇവരെ നിശബ്ദമായി അന്വേഷണ ഏജൻസികൾ പിന്തുടരുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഏറ്റവും താഴെ തലത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നിലവിൽ പോലീസ് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നാമമാത്രമായ അളവിൽ മാത്രമാണ് ലഹരി പിടികൂടാൻ കഴിയുന്നത്. അതായത് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങി വയ്ക്കുന്നവരോ അല്ലെങ്കിൽ ചെറിയ തോതിൽ മറ്റുള്ളവർക്ക് കൈമാറാൻ വേണ്ടി വയ്ക്കുന്നവരോ ഒക്കെയാണ് പിടിയിലാകുന്നത്. എന്നാൽ ഇപ്പോൾ ഈ സമീപ ദിവസങ്ങളിൽ പിടിയിലായത് അന്വേഷണം എത്തുമെന്ന് തന്നെ നമുക്ക് കരുതാം. ഇവരിൽ ആരൊക്കെയാണ് ഈ സംഘവുമായി ബന്ധമുള്ളത്, ഇടപാടുകൾ നടത്തിയിരുന്നത്, അവരിലൊക്കെ അന്വേഷണം എത്തട്ടെ.